തീരദേശത്തിന് അനുവദിച്ച കേന്ദ്ര പദ്ധതികൾ വകമാറ്റി ചെലവഴിച്ചും ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെ അഴിമതി നടത്തിയും സംസ്ഥാന സർക്കാർ പദ്ധതികൾ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് പൊന്നാനി മണ്ഡലം NDA സ്ഥാനാർത്ഥി മനീഷ് ജനകീയം ആരോപിച്ചു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തീരദേശത്തിന് അനുവദിച്ച കേന്ദ്ര പദ്ധതികൾ വകമാറ്റി ചെലവഴിച്ചും ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെ അഴിമതി നടത്തിയും സംസ്ഥാന സർക്കാർ പദ്ധതികൾ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് പൊന്നാനി മണ്ഡലം NDA സ്ഥാനാർത്ഥി മനീഷ് ജനകീയം ആരോപിച്ചു. പൊന്നാനി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം തീരദേശത്ത് കോടികൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പൈപ്പ് സ്ഥാപിച്ചുവെന്ന് പറയുന്നതല്ലാതെ ശുദ്ധജലം ലഭ്യമാക്കാൻ സംസ്ഥാന ഭരണകൂടത്തിനും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. തീരദേശ ജനതയെ വർഷങ്ങളായി ഇടതു വലത് സർക്കാർ കബളിപ്പിക്കുകയാണ്. ഇത്തവണ പൊന്നാനിയിൽ NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും BDJS സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് BJP നേതൃത്വമാണെന്നും BJP നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മനീഷ് പറഞ്ഞു. നമ്മളിവിടെ കാണുന്നത് വീടുകളുടെ ചവപ്പറമ്പായിട്ടാണ് ഈ തീരദേശ മേഖലയിലേക്ക് കാണുന്നത്. അവിടുത്തെ കളിക്കൂട്ടുകാർ ആലയം ചെയ്തു പോയുള്ള കഥകളാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവരും ഭയപ്പെട്ട് ജീവിക്കുകയാണ്. നാളെ ഈ കടൽ വീണ്ടും കരയെ കാർന്നു തിന്നും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എപ്പോഴാണ് അവരും പാലയം ചെയ്യപ്പെടേണ്ടത് എന്ന് അവരുടെ വീടുകൾ പോലും അവർക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ച ആ വീടുകൾ ഇല്ലാതാവുന്ന പ്രയാസം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. ആ കണ്ണീര് കാണാൻ കഴിയാത്ത ഭരണ സംവിധാനങ്ങൾ, ആ സംവിധാനത്തിനെതിരെ നമ്മൾ ശക്തമായി നിലനിൽക്കുക. ഞാനിത് പറയുന്നത് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. നരേന്ദ്രമോദി പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ശുദ്ധജലം കിട്ടണം. അതുകൊണ്ടാണ് ജലജീവൻ മിഷൻ പദ്ധതി കൊണ്ടുവന്നത്. ആ ജലജീവൻ മിഷൻ പദ്ധതിയുടെ നമ്മുടെ വീട്ടമ്മമാരുടെ വീട്ടിന് മുന്നിലേക്ക് ആ ശുദ്ധജലം എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പലരെയും പോയി പല പ്രദേശങ്ങളിൽ കാണുമ്പോൾ എല്ലാവരും ബക്കറ്റ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടാങ്ക് ഉൾപ്പെടെയുള്ള വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി വെള്ളം എപ്പം വരും, അത് വണ്ടിയിൽ എപ്പോൾ വെള്ളം വരും, ആ വെള്ളം കാത്തുനിരിക്കുകയാണ്. അവരുടെ വീട്ടുമുറ്റത്ത് പോലും വെള്ളം എത്തിയില്ല എന്ന് മാത്രമല്ല, ആ വെള്ളം എപ്പം കിട്ടും എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത നിലയിലേക്ക് ശുദ്ധജലം പോലും കിട്ടാതെ നിൽക്കുന്ന ഒരു പൊന്നാനി ഈ അസംബ്ലി മണ്ഡലം ദയനീയമാണ്. നമ്മുടെ കൃത്യമായിട്ട് 2026, 25 കഴിഞ്ഞ് 26 എത്തുമ്പോഴത്തേക്ക് ശുദ്ധജലം എല്ലാ ആളുകളുടെ വീട്ടിൽ മുന്നിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പദ്ധതി ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തി. പക്ഷെ ചിലരിപ്പം ചോദിക്കുന്നത് പൊന്നാനി ഇന്ത്യയുടെ ഭാഗമല്ലേ, എന്തുകൊണ്ട് ഈ പൊന്നാനിയിൽ മാത്രം എന്തുകൊണ്ട് ഈ അവസ്ഥ ഉണ്ടാകുന്നു? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ജനം ഇപ്പൊ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്നോട് സംസാരിച്ചവർ പലരും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ജനിച്ചാൽ മരണം വരെയെങ്കിലും ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണ്ടേ? ആ സാഹചര്യം പോലും ഉണ്ടാകുന്നില്ല. താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥയും അതേപോലെ തന്നെയാണ്. ഏത് മേഖല എടുത്തു നോക്കിയാലും റോഡ് എടുത്തു നോക്കിയാലും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അത് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് ഈ അസംബ്ലി മണ്ഡലത്തിനുള്ളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളത്. തീരദേശ മേഖലയിൽ ടൂറിസം രംഗത്ത് ഏറെ സാധ്യതയുള്ള ജലപാത വികസനത്തിന് കേന്ദ്രം പണം അനുവദിച്ചിട്ടും സംസ്ഥാനം നടപ്പാക്കാത്ത സാഹചര്യമുണ്ട്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തുന്നില്ലെന്നും മനീഷ് ജനകീയം ആരോപിച്ചു.